കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ അങ്ങനെ ഗൾഫ് മേഖലയിൽ കാര്യമായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ പങ്കുവയ്ക്കാവുന്ന ഒരു കാര്യം, ഖത്തറിൽ നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു മലയാളിക്ക് പരിക്കുണ്ടായിരുന്നു. തൃശ്ശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ ഹിഷാമിനാണ് പരിക്കേറ്റത്. കാലിനാണ് ഹിഷാമിന് പരിക്കേറ്റത്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നതാണ് വിവരം. അതായത് ആശ്വാസകരമായ ഒരു കാര്യമാണ് അത് വന്നിരിക്കുന്നത്. മലയാളിക്ക് അപകടത്തിൽ പരിക്കേറ്റു, പക്ഷേ അപകടനില തരണം ചെയ്തു എന്ന്. പക്ഷേ ഏറ്റവും കഴിഞ്ഞ മിനിറ്റുകളിൽ പുറത്തു വന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത എന്നത് B-2 ബോംബറുകൾ ഇറാനിൽ അമേരിക്ക ഉപയോഗിച്ചു എന്നതാണ്. ഇത് അമേരിക്ക തന്നെ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാണ്. നമുക്കറിയാം B-2 ബോംബറുകൾ എന്നത് കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ അമേരിക്ക ഒപ്പം തന്നെ ഇസ്രായേലുമായി ചേർന്നുള്ള ആ സംഘർഷത്തിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഫൊർദോയിലെ ആണവ റിയാക്ടറുകൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നതാണ്. വീണ്ടും B-2 ബോംബറുകൾ അമേരിക്ക ഉപയോഗിച്ചു. അതായത് ഇന്നലെയാണ് ഇത് ഉപയോഗിച്ചത്. ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ B-2 ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തു എന്നതാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഏകദേശം 1000-ലേറെ കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഈ ഒരു ഓപ്പറേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും അല്ലെങ്കിൽ ഒരു വലിയ അളവിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നോ നേഷൻ ഷുഡ് എവർ ഡൗട്ട് അമേരിക്കാസ് റിസോൾവ് എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിൻ്റെ ട്വീറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ഏത് വിഷയത്തിലും അത് പരിഹരിക്കാനുള്ള അമേരിക്കയുടെ പ്രാപ്തിയിൽ ആർക്കും ഒരു സംശയത്തിനും ഇടയില്ല. ആ നിലയ്ക്കുള്ള നടപടിയിലേക്ക് B-2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക പോയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അമേരിക്കൻ സൈന്യം തന്നെ പങ്കുവച്ച വിവരങ്ങളാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആക്രമണം നടത്താൻ ശേഷിയുള്ള, അതായത് ഭൂമിയിലേക്ക് മീറ്റർ കണക്കിന് താഴേക്ക് ഇറങ്ങി സ്ഫോടനം നടത്തി ശത്രു കേന്ദ്രങ്ങളെ തകർക്കാൻ വരെ ശേഷിയുള്ള ആയുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള B-2 ബോംബറുകളാണ് ഇപ്പോൾ അമേരിക്ക ഉപയോഗിച്ചു എന്ന് വ്യക്തമാക്കുന്നത്. ഇത് ഇന്നലെ ഇപ്പോഴാണ് അത് ഔദ്യോഗികമായി അമേരിക്ക വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇന്നലെ രാത്രിയിൽ ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ചു എന്നതാണ് അമേരിക്ക നൽകുന്ന വിവരം. അതായത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ചർച്ചയുടെ ഒരു സാഹചര്യം ഒരുങ്ങിയത്. അതിന് മുൻപ് നടന്ന ആക്രമണങ്ങളാണ്. സുരേഷ് വെള്ളിമിറ്റ നമുക്കൊപ്പം ഉണ്ട്. സുരേഷ്, അതായത് അമേരിക്ക ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വലിയ അളവിൽ ഇറാൻ്റെ സൈനിക ശേഷിയെ താറുമാറാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ തന്നെ ഒരു ചർച്ചയുടെ വഴിയിലേക്ക് ഇറാൻ വന്നത്. അതായത് ഇറാൻ ആ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് വഴങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ? ഒപ്പം ആദ്യം ഈ പരിക്കേറ്റ മലയാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ സേഫ് ആണല്ലോ അല്ലേ സുരേഷ്? ഏറ്റവും പ്രധാനം നേരത്തെ ഏറ്റവും ഒടുവിലായിട്ട് സൂചിപ്പിച്ച പരിക്കേറ്റ മലയാളിയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചുള്ളതാണ്. തൃശ്ശൂർ വെങ്കിടങ്ങ് സ്വദേശി ഹിഷാമിനാണ് പരിക്കേറ്റത്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റതായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. അത് ശസ്ത്രക്രിയയൊക്കെ കാലിന് നടത്തുകയും ചെയ്തു. ഇപ്പോൾ ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹിഷാമിന്റെ ആരോഗ്യാവസ്ഥ ആശ്വാസകരമാണ് എന്നുള്ള വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്. അദ്ദേഹം കുറെ വർഷങ്ങളായ അവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്നത് ഇറാഖിൽ ഒരു സ്ഫോടനം ഉണ്ടായതായി പുതിയ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇറാഖിലെ ഇബ്രിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അമേരിക്കൻ സൈനിക താവളമുണ്ട്. അതിന് തൊട്ടടുത്താണ് ഉഗ്ര സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ശക്തിയേറിയിട്ടുള്ളൊരു സ്ഫോടനമാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ മാധ്യമ സ്ഥാപനങ്ങൾക്ക്, ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. റേഡിയോ ടെലിവിഷൻ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള പുതിയ വാർത്ത വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചർച്ചകളുടെയൊക്കെ ഒരു നീക്കം ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഒരു യുദ്ധം നിൽക്കുന്ന ഒരു സാഹചര്യമല്ല തോന്നുന്നു ഇപ്പോൾ ഇറാനിൽ നിന്നുമൊക്കെയുള്ള വാർത്തകളും അതിന്റെ സുരേഷ്, ഒരു കാര്യം കൂടി ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ നേരത്തെ അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്ന B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെ തകർത്തു എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെതായ ഒരു പ്രതികരണം കൂടി വരുന്നത്, അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ഏകദേശം 9 ഇറാനിയൻ കപ്പലുകൾ, ഇറാൻ്റെ നാവികസേനയുടെ 9 കപ്പലുകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടി പങ്കുവയ്ക്കുകയാണ്. അതായത് വലിയ അളവിൽ ഇപ്പോൾ ഇറാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന വിവരം വരുന്നതിനോടൊപ്പം തന്നെയാണ് ഇറാന് ഏറ്റിട്ടുള്ള സൈനികപരമായ തകർച്ചയുടെ വിവരങ്ങൾ കൂടി അമേരിക്ക പങ്കുവയ്ക്കുന്നത്. അതായത് 9 ഇറാൻ നാവിക കപ്പലുകൾ
ഭാഗികമായോ പൂർണ്ണമായോ അമേരിക്കൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതിനു മുൻപാണ് ഏകദേശം 1000-ലേറെ കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് B-2 ബോംബറുകൾ ഉപയോഗിച്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെ തകർത്തിട്ടുണ്ട് എന്നുകൂടി പറയുമ്പോൾ വലിയ അളവിൽ ഇറാൻ്റെ പ്രതിരോധ രംഗവും അല്ലെങ്കിൽ തിരിച്ചടിക്കുള്ള സംവിധാനവും ഒരു ദുർബലപ്പെട്ടു എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാകാം ഇറാൻ്റെ പുതിയ ഭരണസമിതി ഒമാൻ്റെ ഒരു ഇടപെടൽ വന്നതിന് പിന്നാലെ തന്നെ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടെടുക്കുന്നത്. അതായത് ഇനി ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സുരേഷ്, എനിക്ക് തോന്നുന്നു ഒമാൻ്റെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒമാൻ വീണ്ടും ആ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അതേസമയമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിടുന്ന ഈ ഇറാൻ്റെ നാവികസേനയ്ക്കുണ്ടായ തകർച്ച, മിസൈൽ സംവിധാനത്തിലുണ്ടായ തകർച്ച, അതിലൂടെ ഇറാൻ ആ ഒരു അമേരിക്കയുടെ വഴിയെ വരേണ്ട സാഹചര്യം വരികയാണല്ലേ? തീർച്ചയായും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെച്ചിരുന്നത് എന്താണോ അത് സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനിയിപ്പോ ഒരു ചർച്ചയും അതിലൂടെ ഒരു സമാധാനവും സന്ധി സംഭാഷണം എന്നൊക്കെ പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഖമൈനിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലാതെ ആണവ കേന്ദ്രം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം ഇല്ലാതാക്കുകയോ ഒന്നും ആയിരുന്നില്ല അമേരിക്കയുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് അമേരിക്ക സാക്ഷാത്കരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചർച്ചയും സമാധാനത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ ചർച്ചയ്ക്ക് വഴങ്ങുക എന്ന് പറയുന്നത് ഇറാൻ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്ന ഒരു സാഹചര്യം. അതിന് ഇറാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം ആത്മീയ നേതാവിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ പറയുന്ന 8-9 കപ്പലുകൾക്ക് നാശനഷ്ടം സംഭവിക്കുന്നു. മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുന്നു. 40ഓളം ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ള ഖമൈനിയുടെ അടുത്ത ബന്ധുക്കളടക്കമുള്ള ആളുകളെ അഭിമാനകരമായി കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയൊരു തകർച്ചയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ചർച്ചയ്ക്ക് വഴങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കീഴ്പ്പെടലാകും. അത് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. കാരണം ഇത്രയും കാലം നമ്മൾ ഈ കണ്ടതിന് അപ്പുറത്തേക്ക് ഇറാൻ ഏതെങ്കിലും വിധത്തിലുള്ള കരുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു ചർച്ചയ്ക്കോ ഒന്നും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാൻ തയ്യാറാകില്ല എന്ന് വേണം വിലയിരുത്താൻ. അതല്ല, അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ഒരു വലിയ നാശവും തിരിച്ച് കരകയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് രാജ്യം എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ പറയുന്ന പോലെ ഒമാന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ആ ചർച്ചയിലൂടെ കാര്യങ്ങളിലേക്ക് വരികയും ചെയ്യും. പക്ഷേ അതിനിപ്പോൾ ഈ ഒരു രാത്രിയിൽ വേണ്ടി വരും നമ്മൾ അതിനെ കാത്തിരുന്ന ആ ചർച്ച ഏത് തലത്തിൽ പോകുമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗമൊക്കെ ഇന്ന് രാത്രിയിൽ ഓൺലൈനായിട്ട് നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായെങ്കിൽ ആ നിർദ്ദേശം ഒമാൻ വഴി ഇറാനെയും അതോടൊപ്പം തന്നെ US-നെയും അറിയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ ഈ കാര്യം വരിക. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇറാന്റെ ഭാഗത്തുനിന്നും തിരിച്ചടി വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിന്റെ മരണം നമ്മൾ ഇന്ന് കണ്ടതാണ്. അതോടൊപ്പം തന്നെ GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും നമ്മൾ ഇന്ന് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള അടിയും തിരിച്ചടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇസ്രായേലും അത്ര വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലല്ല പ്രതികരിച്ചിട്ടുള്ളത്. GCC രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളപായം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേവൽ ബേസിലേക്ക് അടക്കം ആക്രമണം എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ, അമേരിക്കൻ നേവൽ ബേസിലേക്ക് അടക്കം എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട്. ബഹ്റൈനിൽ വീണ്ടും ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ബഹ്റൈനിൽ സ്ഫോടനം കേട്ടതായിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും GCC-യിൽ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ഇറാൻ പെട്ടെന്നൊരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളത് ഇപ്പോഴും നമ്മൾ രാഷ്ട്രീയമായിട്ട് ഇറാനെ വിലയിരുത്തുമ്പോൾ ഒന്ന് സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.